ഹലോ ഫ്രണ്ട്സ്, സുഗമോ ദേവി പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ത്യാഗരാജനോ വേറൊരാളോ നമ്മുടെ ഋഷിയുടെയും ദേവികയുടെയും ഫോട്ടോസ് പറന്ന് നമ്മുടെ നന്ദൻ അയച്ചു കൊടുക്കുവാണേ. അപ്പൊ നന്ദനോട് നമ്മുടെ പ്രഭാവതി എന്ത് പറ്റിയടാന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന കൃത്യസമയത്തായിരിക്കും നന്ദന്റെ ഫോണിൽ വാട്സാപ്പിൽ ഈ ഫോട്ടോകൾ വരുന്നത്. അപ്പൊ നന്ദൻ എവിടെയാടാ, ഞാനും കൂടി കാണട്ടെ എന്നും പറഞ്ഞിട്ട് അത് ഫോട്ടോസ് കാണുന്നുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും പ്രഭാവതിയും ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആരാണിവൾ, ഇവളുടെ ഒപ്പം ആരാണ് ഇവൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ പ്രശ്നങ്ങളാവുകയാണ്. അപ്പുറത്തെ രജനിയും അറിയുന്നുണ്ട് ദേവികയ്ക്ക് ഒരു കാമുകനുണ്ടെന്ന്. അപ്പൊ ഗിരീഷിനോട് ചോദിക്കുന്നുണ്ട്, ദേവികയുടെ പുതിയ കാമുകൻ ആരാ, എനിക്കറിയണം അവനെ പറ്റി എന്ന് നമ്മുടെ രജനി പറയുന്നുണ്ട് നമ്മുടെ ഗിരീഷ് മാഷിനോട്. അങ്ങനെ മൊത്തത്തിൽ പ്രശ്നങ്ങളാട്ടോ. നമ്മുടെ പ്രഭാവതിയോട് നന്ദൻ പറയുന്നുണ്ട്, അവൾ എന്നെ ചതിച്ചമ്മേ, അവൾക്കിപ്പോൾ വേറെ കാമുകനുണ്ടമ്മേ എന്നൊക്കെ പറയാം. അപ്പൊ പ്രഭാവതിയും ചോദിക്കുന്നുണ്ട്, അവൻ ആരാ, എനിക്ക് അവനെ കാണണമേ എന്നൊക്കെ നമ്മുടെ പ്രഭാവതിയും പറയുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ചന്ദ്രോത്ത് കുടുംബം താറുമാറായ അവസ്ഥയിലായിട്ടോ നമ്മുടെ ദേവിക എല്ലാവരുടെയും മുന്നിൽ ഒരു ചതിയത്തിയായി മാറിക്കൊണ്ടിരിക്കുകയാട്ടോ. അപ്പൊ ഇനി എന്തൊക്കെയായി തീരുമല്ലേ. അപ്പൊ നന്ദൻ നമ്മുടെ പ്രഭാവതിയോട് പറയുന്നുണ്ട്, പ്രഭാവതിയോടും ഗിരീഷിനോടും വിളിച്ചിട്ട് പറയുന്നുണ്ട്, അവരിപ്പോ രണ്ടുപേരും അവളും അവന്റെ പുതിയ കാമുകനും കൂടി ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഇപ്പൊ ഇരിപ്പുണ്ട്, ഞാൻ അവരെ കാണാൻ പോകുക എന്നും പറഞ്ഞിട്ട് ആ ഒരു അമ്പലത്തിലേക്ക് ഓട്ടിപ്പോകുക. അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്താ, നമ്മുടെ ഋഷിയും ദേവികയും കൂടി കളിച്ചു ചിരിച്ചൊക്കെ നിൽക്കുന്നു. ഇനി എന്തൊക്കെ പുകിലായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലെ. നമ്മുടെ ദേവികയ്ക്ക് ഇത് പണ്ടങ്ങാണ്ട് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ വരുമോ. ഇപ്പൊ എന്താ, ചന്ദ്രോത്ത് കുടുംബവും എല്ലാവരും നമ്മുടെ ദേവികയ്ക്ക് എതിരാകും. ആരും തന്നെ നമ്മുടെ ദേവികയെ വിശ്വസിക്കില്ല അല്ലെ. അപ്പൊ അപ്പുറത്തെ ത്യാഗരാജൻ അരുന്ധതിയെ കാണാൻ ചെന്നിട്ട് പറയുന്നുണ്ട്, മാഡം വിചാരിച്ച പോലെയൊക്കെ കാര്യങ്ങളായല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, ആ ഇതുവഴി ചന്ദ്രോത്ത് തകരണം, പ്രഭാവതി തല കുനിക്കണം, എന്റെ ലക്ഷ്യം അതാണ് എന്നും പറഞ്ഞ് നമ്മൾ അരുന്ധതി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ പതനത്തോട് പതനാട്ടോ വരാൻ പോകുന്നത്. എന്തായാലും നമുക്ക് നോക്കാമല്ലേ, കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.